ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയിലെ കേരള നവോത്ഥാനം. അതിൽ ഭാഗം 1 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. അതിൽ നമ്മൾ ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ചട്ടമ്പി സ്വാമികൾ തുടങ്ങി നമ്മൾ എവിടം വരെയാണ് ഡോക്ടർ പൽപ്പ് വരെ ഉള്ള നവോത്ഥാന നായകന്മാരെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഇനി നമ്മൾ ഇന്ന് അതിൻ്റെ ഭാഗം 2 നടരാജഗുരു തുടങ്ങിയിട്ട് കുമാരനാശാൻ വരെയുള്ള നവോത്ഥാന നായകന്മാരെ കുറിച്ച് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് സമയം ഒട്ടും കളയാനില്ല, വേഗം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഡോക്ടർ പൽപ്പുവിന്റെ മകനായ നവോത്ഥാന നായകൻ ആരാണ്? ഡോക്ടർ പൽപ്പുവിന്റെ മകനായ നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ നടരാജഗുരു, ഓപ്ഷൻ ബി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ സി എ.കെ. ഗോപാലൻ, ഓപ്ഷൻ ഡി എം.കെ. സാനു. ഡോക്ടർ പൽപ്പുവിന്റെ മകനായ നവോത്ഥാന നായകൻ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ നടരാജഗുരു. ഡോക്ടർ പൽപ്പുവിന്റെ മകനായ നവോത്ഥാന നായകൻ ആരാണ്? നടരാജഗുരു ആണ്. നടരാജഗുരു ജനിച്ചത് 1895 പിതാവ് ഡോക്ടർ പൽപ്പു ആണ്. മാതാവ് പി.കെ. ഭഗവതി അമ്മയാണ്. അദ്ദേഹം അന്തരിച്ചത് 1973 അപ്പൊ അദ്ദേഹത്തിന്റെ കാലയളവ് 1895 ടു 1973 വരെയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ച വ്യക്തിയാണ് നടരാജഗുരു. നാരായണ ഗുരുകുലം, ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതും അദ്ദേഹം തന്നെയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതും ആര് തന്നെയാണ്? നടരാജഗുരു തന്നെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു നാരായണ ഗുരുകുലം സ്ഥാപിച്ച വ്യക്തിയാണ് ആര്? നടരാജഗുരു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. നാരായണ ഗുരുകുലം സ്ഥാപിതമായ വർഷം 1923 1923 നാരായണ ഗുരുകുലം സ്ഥാപിതമായത്. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകം എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? നടരാജഗുരു ആണ്. നമ്മൾ പറഞ്ഞു ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികളെല്ലാം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നടരാജഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകം അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതും ആര് തന്നെയാണ്? നടരാജഗുരു തന്നെയാണ്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. 2017 കേരള ഗവൺമെന്റ് 100 വർഷം ആഘോഷിച്ച സാമൂഹിക മുന്നേറ്റം ഏതാണ്? 2017 കേരള ഗവൺമെന്റ് 100 വർഷം ആഘോഷിച്ച സാമൂഹിക മുന്നേറ്റം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ പന്തി ഭോജനം, ഓപ്ഷൻ ബി മിശ്ര ഭോജനം, ഓപ്ഷൻ സി സമപന്തി ഭോജനം, ഓപ്ഷൻ ഡി പ്രീതി ഭോജനം. അപ്പോൾ 2017 കേരള ഗവൺമെന്റ് 100 വർഷം ആഘോഷിച്ച സാമൂഹിക മുന്നേറ്റം ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി മിശ്ര ഭോജനം. മിശ്ര ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ് അല്ലെ. പന്തി ഭോജനമോ തൈക്കാട് അയ്യാണ്. സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികളാണ് സംഘടിപ്പിച്ചത്. പ്രീതി ഭോജനം വാഗ്ബടാനന്ദ്. മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ, പന്തി ഭോജനം തൈക്കാടയ്യ, സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികൾ, പ്രീതി ഭോജനം വാഗ്ബടാനന്ദ്. നമ്മൾ പറഞ്ഞു മിശ്ര ഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ പ്രശസ്തമാണ്, വിവാദമായിട്ടുള്ള ഒരു പരാമർശമാണ്. ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നത് ദൈവത്തോടാണ് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നതെന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് ആര്? സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹം ജനിച്ചത് 1889 ഓഗസ്റ്റ് 21 അദ്ദേഹം അന്തരിച്ചത് 1968 മാർച്ച് 6 അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എറണാകുളം ജില്ലയിലെ ചെറായിലാണ്. ചെറായിൽ വെച്ചിട്ട് തന്നെയാണ് മിശ്ര ഭോജനത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്ത് വെച്ച് തന്നെയാണ് അദ്ദേഹം മിശ്ര ഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അതേ തന്നെയാണ്, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായിട്ടുള്ള ചെറായി തന്നെയാണ്. വർഷം 1917 1917 സഹോദരൻ അയ്യപ്പൻ മിശ്ര ഭോജനത്തിന് തുടക്കം കുറിച്ചത്. ഏതാണ് സ്ഥലം? ചെറായി. ചെറായിന്റെ പ്രത്യേകത എന്താണ്? അവിടെ തന്നെയാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണ് ചെറായി. ഏത് വർഷമാണ് അദ്ദേഹം ജനിച്ചത്? 1889 ഓഗസ്റ്റ് 21 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം അന്തരിച്ചത് 1968 മാർച്ച് 6 അദ്ദേഹത്തിന്റെ കാലയളവ് 1889 ടു 1968 വരെയായിരുന്നു. പണ്ടുകാലത്ത് കൊച്ചിയിലും തിരുവിതാംകൂറിലും തീയന്മാർക്കിടയിൽ നിലനിന്നിരുന്ന മരുമക്കത്തായ മാറ്റി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വത്തിൽ തുല്യ അവകാശം നൽകുന്നതിനുള്ള ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ച ആദ്യ നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്.
കർമ്മത്താൽ ചണ്ടാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ, ഇപ്രകാരം അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. അയ്യപ്പൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനും കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവും അദ്ദേഹം തന്നെയാണ്. പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനും സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. പുലയൻ അയ്യപ്പൻ എന്ന പേര് കിട്ടിയത് മിശ്ര ഭോജനത്തിന് ശേഷമാണ് പുലയൻ അയ്യപ്പൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ എന്തൊക്കെയാണ്? അയ്യപ്പൻ മാസ്റ്റർ എന്നറിയപ്പെടുന്നുണ്ട്. ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവാണ് സഹോദരൻ അയ്യപ്പൻ. പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനും ആര് തന്നെയാണ്? സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന മുദ്രാവാക്യം മുഴക്കിയ നവോത്ഥാന നായകന്മാര് തന്നെയാണ് സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. ചോദിക്കാറുണ്ട്, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യൻ എന്ന മുദ്രാവാക്യം മുഴക്കിയ നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. പിന്നെ നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള മാവേലി നാടുവാണ് ഇടുംകാലം എന്ന കവിത രചിച്ചതുമാര് തന്നെയാണ്? സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്, അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാവേലി നാടുവാണ് ഇടുംകാലം എന്ന കവിത രചിച്ചതുമാര് തന്നെയാണ്? സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. നമ്മൾ പറഞ്ഞു സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ശ്രീനാരായണ സേവിക സമാജം ആരംഭിച്ച നവോത്ഥാന നായകരും അദ്ദേഹം തന്നെയാണ്. കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക പിതാവും ആര് തന്നെയാണ്? സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. അപ്പോൾ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക പിതാവും അതുപോലെ തന്നെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവും സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. താഴെ പറയുന്നവരിൽ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്ത വ്യക്തി, താഴെ പറയുന്നവയിൽ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്ത വ്യക്തി ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കെ ഗോപാലൻ, ഓപ്ഷൻ ബി ടി എം വർഗീസ്, ഓപ്ഷൻ സി എം വി ജോസഫ്, ഓപ്ഷൻ ഡി കേശവൻ. ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് എ കെ ജി എന്നറിയപ്പെടുന്ന എ കെ ഗോപാലൻ, അല്ലേ? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. താഴെ പറയുന്നവരിൽ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്ത വ്യക്തി ആരാണ്? എ കെ ജി ആണ്, എ കെ ഗോപാലനാണ്. എ കെ ഗോപാലനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാവങ്ങളുടെ പടത്തലവൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ജനിച്ചത് ഒക്ടോബർ 1, 1904 അദ്ദേഹം അന്തരിച്ചത് 1977 മാർച്ച് 22 കണ്ണൂരാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം പെരളശ്ശേരി, കണ്ണൂരിലെ പെരളശ്ശേരിയിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ആയില്യത്ത് കുറ്റയാരി ഗോപാലൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. പാവങ്ങളുടെ പടത്തലവൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കാലയളവ് 1904 to 1977 വരെയാണ്. ഇന്ത്യൻ കോഫി ഹൗസ്, അല്ലെ? ഇന്ത്യൻ കോഫി ഹൗസിന്റെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് എ കെ ജി. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. എ കെ ജി ആണ്. അത് കേരളത്തിൽ ആരംഭിച്ച വർഷം 1958 മാർച്ച് 8. ആദ്യമായിട്ട് തൃശ്ശൂരാണ് തുടങ്ങിയത് കേട്ടോ. ഇന്ത്യൻ കോഫി ഹൗസ് തുടങ്ങിയത് കേരളത്തിൽ ആദ്യമായിട്ട് തൃശ്ശൂരാണ് തുടങ്ങിയത്. 1958 മാർച്ച് 8 രൂപീകരണത്തിൽ നിർണായക പങ്കുവച്ച വ്യക്തിയാണ് എ കെ ജി അല്ലെങ്കിൽ എ കെ ഗോപാലൻ. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് എ കെ ജിയെ കുറിച്ച് പറയാനുള്ളത്? ലോകസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് എ കെ ജി. 1952 ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ എ കെ ജി ലോക്സഭാ അംഗമായ മണ്ഡലം ഏതാണ്? കാസർഗോഡാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും എ കെ ജി 3 പ്രാവശ്യമാണ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, അപ്പൊ ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എ കെ ജി ആണ്. ഏതാണ് മണ്ഡലം? കാസർഗോഡ് നിന്നാണ്, അല്ലെ? 3 പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എ കെ ജി ദിനമായിട്ട് ആചരിക്കുന്നത് അദ്ദേഹം അന്തരിച്ച ദിനം മാർച്ച് 22 എ കെ ജി ദിനമായിട്ട് ആചരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിൽ തന്നെയാണ്. കണ്ണൂരിലെ പയ്യാമ്പലത്തിലാണ് അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ആത്മകഥ എന്റെ ജീവിതകഥ എന്നാണ്. എ കെ ജിയുടെ ആത്മകഥയാണ് എന്റെ ജീവിതകഥ. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികള് ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതി എഴുതാരാണ്? എ കെ ജി ആണ്. എന്റെ പൂർവ്വകാല സ്മരണകൾ, കൊടുങ്കാറ്റിന്റെ മാറ്റുലി, മണ്ണിനു വേണ്ടി, ഹരിജനം, എന്റെ ഡയറി തുടങ്ങിയവയെല്ലാം ആരുടെ കൃതികളാണ്? എ കെ ജിയുടെ കൃതികളാണ്, അല്ലെ? എന്റെ ജീവിതകഥയാണ് ആത്മകഥയായിട്ട് കണക്കാക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം. പ്രത്യരക്ഷാ ദേവസഭ സ്ഥാപിതമായ വർഷം. പ്രത്യരക്ഷാ ദേവസഭ പൊയ്ക്കയിൽ യോഹന്നാൻ ആരംഭിച്ചതാണ് പ്രത്യരക്ഷാ ദേവസഭ, അല്ലെ? അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി യോഹന്നാൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യരക്ഷ ദേവസഭ അല്ലെങ്കിൽ PRDS. അത് സ്ഥാപിതമായ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ 1910, ഓപ്ഷൻ ബി 1909, ഓപ്ഷൻ സി 1929,
ഓപ്ഷൻ ഡി 1928. പ്രതിരക്ഷാ ദൈവസഭ സ്ഥാപിതമായ വർഷം ഏതാണ് റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 1909. അപ്പൊ എന്താണ് പ്രതിരക്ഷ ദൈവസഭ? PRDS അല്ലെ? അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി യോഹന്നാൻ സ്ഥാപിച്ച സംഘടനയാണ് PRDS. യോഹന്നാൻ എന്ന് പറഞ്ഞാൽ പൊയ്ക്കയിൽ യോഹന്നാൻ. പ്രതിരക്ഷ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപെരൂരാണ്. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപെരൂരാണ് PRDSന്റെ ആസ്ഥാനം. അതിന്റെ രക്ഷാധികാരിയായിട്ട് കുമാര ഗുരുദേവനാണ് അതിന്റെ രക്ഷാധികാരി. അതിന്റെ മുഖപത്രം ആദിയാർ ദീപം. ആദിയാർ ദീപമാണ് PRDSന്റെ മുഖപത്രം. നമ്മൾ പറഞ്ഞല്ലോ PRDSന്റെ രക്ഷാധികാരിയാണ് കുമാര ഗുരുദേവൻ എന്ന് പറഞ്ഞു. ആരാണ് കുമാര ഗുരുദേവൻ? പൊയ്ക്കയിൽ യോഹന്നാൻ തന്നെയാണ് കുമാര ഗുരുദേവൻ. അദ്ദേഹത്തിന്റെ വേറൊരു പേരാണ് കുമാര ഗുരുദേവൻ. അതായത് ഈ പ്രതിരക്ഷ ദൈവസഭ സ്ഥാപിച്ചതിന് ശേഷം യോഹന്നാൻ അറിയപ്പെടുന്ന പേരുകളാണ് പൊയ്ക്കയിൽ അപ്പച്ചൻ, അതുപോലെ തന്നെ കുമാര ഗുരുദേവൻ. പൊയ്ക്കയിൽ അപ്പച്ചൻ എന്നും കുമാര ഗുരുദേവൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രതിരക്ഷ രക്ഷാസഭ എന്താ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സമൂഹത്തിൽ വിവേചനം അനുഭവിക്കുന്ന ദളിതരെ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും അവരുടെ മോചനത്തിനായി PRDSൽ അംഗമാകാൻ യോഹന്നാൻ ആഹ്വാനം ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ അത് ഏത് വർഷമാണ് സ്ഥാപിതമായത്? 1909 ഇരവിപെരൂരിൽ വെച്ചിട്ടാണ്. അതിന്റെ രക്ഷാധികാരി പൊയ്ക്കയിൽ യോഹന്നാനാണ്. അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേരുകൾ പൊയ്ക്കയിൽ അപ്പച്ചൻ, കുമാര ഗുരുദേവൻ. അതിന്റെ മുഖപത്രം ആദിയാർ ദീപം. കുമാര ഗുരുദേവൻ എന്നറിയപ്പെടുന്ന പൊയ്ക്കയിൽ യോഹന്നാൻ ജനിച്ചത് 1879 ഫെബ്രുവരി 17 ജന്മസ്ഥലം ഇരവിപെരൂർ, പത്തനംതിട്ടയിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം കുമാരൻ, പണ്ട് കാലത്ത് കൊമാരൻ എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ കുമാരൻ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. എന്നാൽ കുട്ടിക്കാലം മുതൽ ക്രിസ്തു മതത്തിലാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ക്രിസ്തു മതത്തിൽ ചേരുകയും യോഹന്നാൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് പൊയ്ക്കയിൽ യോഹന്നാനായിട്ട് മാറുന്നത്. ക്രിസ്തു മതത്തിൽ നിലനിരുന്ന വർണ്ണ വിവേചനം ഇല്ലാതാക്കുന്നതിന് സന്ധിയില്ലാ സമരത്തിന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് ആര്? പൊയ്ക്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാര ഗുരുദേവൻ. നമ്മൾ പറഞ്ഞു കുട്ടിക്കാലത്ത് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ക്രിസ്തു മതത്തിലാണ്. അങ്ങനെ കുമാരൻ എന്ന പേര് യോഹന്നാൻ എന്നാക്കി മാറ്റി. അങ്ങനെ ക്രിസ്തീയ സഭകളുടെ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തിയ യോഹന്നാൻ 1906 വാകത്താനടുത്ത് ആദിച്ചൻ എബ്രഹാമിന്റെ ഭവനത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ ബൈബിൾ കത്തിക്കുകയും 1909 ക്രിസ്തുമതം ഉപേക്ഷിക്കുകയും ചെയ്തു. പുലയൻ മത്തായി എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ് പൊയ്ക്കൽ യോഹന്നാൻ. ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനും ആര് തന്നെയാണ്? പൊയ്ക്കയിൽ യോഹന്നാൻ തന്നെയാണ്. അടിലഹള കേട്ടിട്ടുണ്ടാവും അല്ലെ? അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഏത്? അടിലഹള. അദ്ദേഹം ദളിത് സമുദായത്തിനു വേണ്ടി കുറേയധികം പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് അടിലഹള നമ്മൾ പറഞ്ഞു. ബാക്കിയുള്ള നമുക്ക് നോക്കാം. വാകത്താനം ലഹള, കൊടുക്കും ചിറ ലഹള, മുണ്ടക്കയം ലഹള, മംഗലം ലഹള, വെള്ളനാടി സമരം എന്നിവയാണ് പൊയ്ക്കലിൽ യോഹന്നാൻ ദളിത് സമുദായത്തിനു വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം. ബഹുമത സമൂഹം എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ ആരാണ്? ബഹുമത സമൂഹം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ VT ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ ബി AK ഗോപാലൻ, ഓപ്ഷൻ സി KP കറുപ്പൻ, ഓപ്ഷൻ ഡി രാമകൃഷ്ണപിള്ള. ബഹുമത സമൂഹം എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ VT ഭട്ടതിരിപ്പാട്. ബഹുമത സമൂഹം എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. അദ്ദേഹം ജനിച്ചത് 1896 മാർച്ച് 26 അദ്ദേഹം അന്തരിച്ചത് 1982 ഫെബ്രുവരി 12 മലപ്പുറം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ കാലയളവ് 1896 to 1982 വരെയാണ്. നമ്പൂതിരി സമുദായത്തിൽ അംഗമായ നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിന്റെ മുഴുവനായിട്ടുള്ള പേര് വെള്ളിത്തിരുത്തി താഴത്ത് മനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ്. വെള്ളിത്തിരുത്തി താഴത്ത് മനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ്. 1912 VT ഭട്ടതിരിപ്പാട് 16ാമത്തെ വയസ്സിൽ മുണ്ടമുഖ ശാസ്ത്രാക്ഷേത്രത്തിൽ ശാന്തിക്കാരനാവുകയുണ്ടായി. ബ്രാഹ്മണ സമുദായത്തിലെ മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട്. ബ്രാഹ്മണ സമുദായത്തിലെ മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന വ്യക്തിയാണ് ആര്? VT ഭട്ടതിരിപ്പാട്. അദ്ദേഹം 1919 ഒരു സംഘടന ആരംഭിച്ചു. ആ സംഘടനയുടെ പേരാണ് നമ്പൂതിരി യുവജന സംഘം. നമ്പൂതിരി യുവജന സംഘം. അതിന്റെ സെക്രട്ടറി ആയിട്ട് VT ഭട്ടതിരിപ്പാടിനെ തെരഞ്ഞെടുത്ത വർഷം 1929. അതിന്റെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി.
നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഖപത്രം എന്താണ്? ഉണ്ണി നമ്പൂതിരി എന്നാണ്. വിടിയുടെ നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസികയാണ് ഉണ്ണി നമ്പൂതിരി. വിടിയുടെ നാടകം നമുക്കറിയാം, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസികയാണ് ഏത്? ഉണ്ണി നമ്പൂതിരി. യോഗക്ഷേമ സഭയിൽ അംഗമായിട്ടുള്ള നവോത്ഥാന നായകനാണ് വി.ടി. ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം 1908 ജനുവരി 31-നാണ്. അതിന്റെ ആദ്യ പ്രസിഡന്റ് ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡന്റ്. അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ, ബഹുഭാര്യത്വം നിരോധിക്കുക, വിധവാ വിവാഹം നടപ്പാക്കുക, വൃദ്ധവിവാഹം തടയുക. അപ്പോ ബഹുഭാര്യത്വം, ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ അത് നിരോധിക്കുക, വിധവാ വിവാഹം നടപ്പാക്കുക, വൃദ്ധവിവാഹം തടയുക എന്നതുള്ളതാണ് യോഗക്ഷേമ സഭയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. അതിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ള വിവാദ പരാമർശമായിരുന്നു യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം. ആ യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയമാണ്. അപ്പൊ മംഗളോദയം ഒരു മുഖപത്രമാണ്. അതുപോലെ തന്നെ ഉണ്ണി നമ്പൂതിരി ഏത് യുവജന സംഘത്തിന്റെ മുഖപത്രമാണ്? നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി. യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം, അല്ലെ? യോഗക്ഷേമ സഭ പ്രസിദ്ധീകരിച്ച മാസികൾ ഏതൊക്കെയാന്ന് ചോദിക്കാറുണ്ട്. മംഗളോദയം, അതുപോലെ തന്നെ യോഗക്ഷേമവും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മള് യോഗക്ഷേമ സഭയെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? സ്ഥാപിതമായ വർഷം 1906 ജനുവരി 31 ആലുവയിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. അതിന്റെ ആദ്യ പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണെന്ന് പറഞ്ഞു. അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ബഹുഭാര്യത്വം നിരോധിക്കുക, വിധവാ വിവാഹം നടപ്പാക്കുക, വൃദ്ധവിവാഹം തടയുക, അല്ലെ? അതിന്റെ ആപ്തവാക്യം എന്താണ്? നമ്പൂതിരിയെ മനുഷ്യനാക്കുക. അതിന്റെ മുഖപത്രം മംഗളോദയമാണ്. യോഗക്ഷേമ പ്രസിദ്ധീകരിച്ച മാസികൾ ഏതൊക്കെയാണ്? മംഗളോദയം, യോഗക്ഷേമം. നമ്മൾ പറഞ്ഞു വി.ടി. ഭട്ടതിരിപ്പാടിന്റെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, അല്ലെ? അത് ആദ്യമായി അവതരിപ്പിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്. 1929, 1929. അപ്പൊ വി.ടിയുടെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ച വർഷം 1919. വേദി ഏതാണ്? ഇടക്കുന്നി, തൃശ്ശൂർ ജില്ലയിലെ ഇടക്കുന്നിയിലാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് നാടകം ആദ്യമായി അവതരിപ്പിച്ചത്. വിധവാ പുനർവിവാഹം ആദ്യമായി സംഘടിപ്പിച്ചത് വി.ടി. ഭട്ടതിരിപ്പാട് നമ്മൾ പറഞ്ഞു. അത് ഏതാ വർഷം? 1937. അപ്പൊ 29 നാടകം, 37 വിധവാ പുനർവിവാഹം ആദ്യമായി സംഘടിപ്പിച്ചു. ജാതി വ്യവസ്ഥയെ എതിർത്തുകൊണ്ട് സ്വന്തം സഹോദരിയെ അന്യ സമുദായക്കാരനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച നവോത്ഥാന നായകനാണ് വി.ടി. ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിന്റെ ആദ്യ കഥാസമാഹാരമാണ് രജനീരംഗം. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം 1971. അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണ്? കണ്ണീരും കിനാവും ആണ്. അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. വർഷം ഏതാണ്? 1971. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന വിവാദ പരാമർശത്തിന് ശേഷം അദ്ദേഹം വീണ്ടും ഒരു വിവാദ പ്രസ്താവന നടത്തുകയുണ്ടായി. അതാണ്, ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം. അതായത് ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന ജാഥയ്ക്കിടെ ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന വിവാദ പ്രസ്താവന നടത്തിയ നവോത്ഥാന നായകനാണ് വി.ടി. ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം. മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് എന്തായിരുന്നു? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നായർ സമുദായ ഭൃത്യജന സംഘം, ഓപ്ഷൻ ബി നായർ സമുദായ സേവ സമിതി, ഓപ്ഷൻ സി നായർ സമുദായ മഹാസഭ, ഓപ്ഷൻ ഡി നായർ സമുദായ സമുദ്ധാരണ സംഘം. അപ്പോൾ മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് നമുക്ക് മനസ്സിലായി. അതിന്റെ ആദ്യ പേര് എന്താണെന്നാണ് ചോദ്യം. ഏതാണ് റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ നായർ സമുദായ ഭൃത്യജന സംഘം. ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. അദ്ദേഹം ജനിച്ചത് 1878 ജനുവരി 2 ചങ്ങനാശ്ശേരിയിലാണ്. അദ്ദേഹം അന്തരിച്ചത് 1970 ഫെബ്രുവരി 25. കുട്ടിക്കാലത്ത് മന്നത്ത് പത്മനാഭനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിയാണ് ഗോവിന്ദൻ പിള്ള. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ് ചോദിക്കാറുണ്ട്. ആരാണ്? ഗോവിന്ദൻ പിള്ളയാണ്. ഓക്കെ. മന്നത്ത് പത്മനാഭന് അഡ്വക്കേറ്റ് ബിരുദം ലഭിച്ച വർഷം 1905. അദ്ദേഹത്തിന് കുറച്ച് വർഷങ്ങൾ അദ്ദേഹവുമായി റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1893, 1905, 1921, 1924,
1931, 1949 ഈ വർഷങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റായി ചോദിച്ചുള്ള വർഷങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1893 എന്താണ് സംഭവിച്ചത്? മന്നത്ത് പത്മനാഭൻ കാഞ്ഞിരപ്പള്ളി പ്രാഥമിക വിദ്യാലയത്തിൽ അധ്യാപകനായ വർഷമാണ് 1893. 905 അഡ്വക്കേറ്റ് ബിരുദം ലഭിച്ച വർഷമാണ്. 21 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷമാണ് 1921. ഇനി സവർണജാഥ നയിച്ചു. സവർണജാഥ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണജാഥ നയിച്ച വർഷമാണ് 24. അപ്പൊ 93 അധ്യാപകനായി, 1905 അഡ്വക്കേറ്റ് ബിരുദം ലഭിച്ചു, 21 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി, 24 സവർണജാഥ നയിച്ചു അല്ലെ, വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റായ വർഷമാണ് 1931. ഇനി 47 എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1947 INC അംഗമായ വർഷം. മന്നത്ത് പത്മനാഭൻ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായ വർഷമാണ് 1947. ഓക്കെ, 1949 എന്താണ് സംഭവിച്ചത്? ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷമാണ് 1949. ക്ലിയർ അല്ലേ? കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. താലികെട്ട് കല്യാണം എന്ന അനാചാരം നിർത്തലാക്കിയ നവോത്ഥാന നായകനും മന്നത്ത് പത്മനാഭനാണ്. അദ്ദേഹത്തിന് ഭാരത കേസരി, നമ്മൾ പറഞ്ഞു അദ്ദേഹം അറിയപ്പെടുന്നത് ഭാരത കേസരി എന്ന പേരിലാണ്. ആ ബഹുമതി നൽകിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. 1959 മന്നത്ത് പത്മനാഭന് ഭാരത കേസരി എന്ന ബഹുമതി ആര് നൽകിയത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നൽകിയത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു വലിയൊരു സമരമാണ് വിമോചന സമരം. EMS മന്ത്രിസഭയെ പുറത്താക്കുന്നതിനായി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് വിമോചന സമരം. അത് ആരംഭിച്ചത് 1959 ജൂൺ 12. അപ്പൊ നമ്മൾ ഈ 1959 എന്നുള്ളൊരു ഇയർ മന്നത്ത് പത്മനാഭനായിട്ട് ബന്ധപ്പെട്ടിട്ട് 2 കാര്യങ്ങൾ നടന്നിട്ടുള്ളത് അല്ലെ. അദ്ദേഹത്തിന് ഭാരത കേസരി എന്ന ബഹുമതി കിട്ടുകയുണ്ടായി. അതുപോലെ തന്നെ വിമോചന സമരം ആരംഭിച്ചു. EMS മന്ത്രിസഭയെ പുറത്താക്കുന്നതിനായിട്ടുള്ള വിമോചന സമരം ആരംഭിച്ച വർഷവും 1959 തന്നെയാണ്. ഡേറ്റ് ജൂൺ 12. നമ്മൾ പറഞ്ഞു EMS മന്ത്രിസഭയെ പുറത്താക്കുന്നതിനായിട്ടുള്ള സമരമായിരുന്നു വിമോചന സമരം അല്ലെ. അതിനുള്ള കാരണം എന്താണ്? ആ സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ലാണ് വിമോചന സമരത്തിന് കാരണമായത്. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു സംഭവം നടക്കുന്നുണ്ടായി. അതാണ് ചെറിയ തുറ വെടിവെപ്പ്. വിമോചന സമര ഫലമായി EMS മന്ത്രിസഭ പിരിച്ചുവിട്ടു. എപ്പോഴാണ്? 1959 തന്നെയാണ്. അപ്പൊ വീണ്ടും വന്നു. അപ്പൊ തുടങ്ങിയ വർഷം തന്നെ ജൂൺ 12 തുടങ്ങി ജൂലൈ 31 പിരിച്ചുവിട്ടു. ഓക്കെ, വിമോചന സമരത്തിന്റെ ഫലമായിട്ട് EMS മന്ത്രിസഭ പിരിച്ചുവിട്ടത് 1959 ജൂലൈ 31. ജൂൺ 12 തുടങ്ങിയത്. ജൂലൈ 31 EMS മന്ത്രിസഭ പിരിച്ചുവിടുകയാണുണ്ടായത്. ആരുടെ നേതൃത്വത്തിലാണ്? മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ് വിമോചന സമരം നടന്നിട്ടാണ് EMS മന്ത്രിസഭ പിരിച്ചുവിട്ടത്. ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നായർ സമാജം സ്ഥാപിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. കേരള നായർ സമാജം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മന്നത്ത് പത്മനാഭനല്ല. ഓക്കെ, നായർ സമാജം സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണെങ്കിലും കേരള നായർ സമാജം സ്ഥാപിച്ചത് എന്ന് എടുത്തു ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം C കൃഷ്ണപിള്ളയാണ്. C കൃഷ്ണപിള്ളയാണ് കേരള നായർ സമാജം സ്ഥാപിച്ചത്. വെറും നായർ സമാജം എന്ന് ചോദിക്കുകയാണെങ്കിൽ മന്നത്ത് പത്മനാഭനാണ്. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം. സ്തോത്രമന്ദാരം, ലളിതോപഹാരം, കിളിപ്പാട്ട് എന്നീ കൃതികളുടെ കർത്താവ് ആരാണ്? സ്തോത്രമന്ദാരം, ലളിതോപഹാരം, കിളിപ്പാട്ട് എന്നീ കൃതികളുടെ കർത്താവ്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ A VT ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ B KP കറുപ്പൻ, ഓപ്ഷൻ C കുമാരനാശാൻ, ഓപ്ഷൻ D ഉള്ളൂർ S പരമേശ്വരയ്യർ. അപ്പോൾ ആരാണ് എന്നീ കൃതികളുടെ, ഏതൊക്കെ കൃതികളാണ്? സ്തോത്രമന്ദാരം, ലളിതോപഹാരം, കിളിപ്പാട്ട് എന്നീ കൃതികളുടെ കർത്താവ് ആരാണെന്നാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ B KP കറുപ്പൻ. കേരള ഇംഗൾ എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് KP കറുപ്പനാണ് സ്തോത്രമന്ദാരം, ലളിതോപഹാരം, കിളിപ്പാട്ട് എന്നീ കൃതികളുടെ കർത്താവ്.
നമ്മൾ പറഞ്ഞു അദ്ദേഹം അറിയപ്പെടുന്ന പേര് കേരള ലിങ്കൺ എന്നാണ്. അദ്ദേഹം ജനിച്ചത് 1885 മെയ് 24 ചേരാനല്ലൂർ, എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിൽ വെച്ചിട്ടാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം മരിച്ചത് 1938 മാർച്ച് 23 അദ്ദേഹം അന്തരിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലയളവ് 1885 ടു 1938 വരെയാണ്. സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? പണ്ഡിറ്റ് കറുപ്പൻ. കെ പി കറുപ്പന്റെ പൂർണ്ണനാമം കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പൻ എന്നാണ്. കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പൻ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള നാമം. അരയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പന് കറുപ്പൻ എന്ന പേര് നൽകിയത് കുടുംബ സുഹൃത്തായിട്ടുള്ള ഒരു തമിഴ് ഗോസായി ആയിരുന്നു. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം നൽകിയ ഗുരു അഴീക്കൽ വേലുവൈദ്യനാണ്. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം നൽകിയ ഗുരു ആരാണ്? അഴീക്കൽ വേലുവൈദ്യൻ. അദ്ദേഹത്തിന് ലഭിച്ച പദവികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് വിദ്വാൻ പദവി നൽകിയ രാജാവ് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ്. 1913 അദ്ദേഹത്തിന് വിദ്വാൻ പദവി നൽകിയത്. പണ്ഡിറ്റ് കറുപ്പന് കവിതിലകപ്പട്ടം, സാഹിത്യ നിപുണൻ എന്ന പദവികളും നൽകുകയുണ്ടായി. നൽകിയ രാജാവ് കൊച്ചി മഹാരാജാവാണ്. അപ്പോൾ വിദ്വാൻ പദവി നൽകിയത് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ്. വിദ്വാൻ പദവി കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. കവിതിലകപ്പട്ടം, സാഹിത്യ നിപുണൻ എന്ന പദവി നൽകിയ രാജാവ് കൊച്ചി മഹാരാജാവാണ്. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആരാണ്? കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അയ്യങ്കാളി, ഓപ്ഷൻ ബി പണ്ഡിറ്റ് കറുപ്പൻ, ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ഡി ഡോക്ടർ പൽപ്പു. കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി പണ്ഡിറ്റ് കറുപ്പൻ. അദ്ദേഹം തന്നെയാണ് കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത്. എന്താണ് കായൽ സമ്മേളനം? കായൽ സമ്മേളനം നടന്ന വർഷം എന്നാണ് 1913 ഫെബ്രുവരി 14. അതായത് താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവഴിയിലൂടെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, വിദ്യാഭ്യാസം നേടാനും പറ്റുന്നുണ്ടായിരുന്നില്ല, ഒരുമിച്ച് കൂടുവാനോ ചന്തകളിൽ നിന്ന് സാധനം വാങ്ങുവാനോ അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ ആവശ്യങ്ങളെല്ലാം നേടിയെടുക്കുന്നതിന് പുലയ സമുദായം ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. എന്നാൽ ഭരണാധികാരികൾ അതിനുള്ള അനുമതി നിഷേധിച്ചു. കരയിൽ സമ്മേളനം നടത്താൻ പാടില്ലെങ്കിൽ കായലിൽ വെച്ചാകാമെന്ന് തീരുമാനിക്കുകയും പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിൽ ചെറിയ ചങ്ങാടങ്ങൾ കൂട്ടിക്കെട്ടി വലിയൊരു വള്ളം നിർമ്മിക്കുകയും അവിടെ സമ്മേളനം കൂടുകയും ചെയ്തു. കൊച്ചി കായലിലായിരുന്നു ഈ സമ്മേളനം നടന്നത്. അധികാരികൾക്ക് സമ്മേളനം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ സമ്മേളനം കായൽ സമ്മേളനം എന്ന പേരിൽ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണുണ്ടായത്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. ഈഴവ സമാജം സ്ഥാപിച്ച നവോത്ഥാന നായകൻ. ഈഴവ സമാജം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടി കെ മാധവൻ, ഓപ്ഷൻ ബി ഡോക്ടർ പൽപ്പു, ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ ഡി സി കൃഷ്ണപിള്ള. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ഈഴവ സമാജം എന്ന് കേൾക്കുമ്പോൾ ഓടിപ്പോയി ആൻസർ എഴുതരുത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈഴവ സമാജം അല്ലെങ്കിൽ ഈഴവ മഹാസഭ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈഴവ സമാജമാണ് സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് ചോദ്യം. അപ്പൊ ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ടി കെ മാധവൻ. ഓപ്ഷൻ ബി നോക്കിക്കേ, ഡോക്ടർ പൽപ്പു. അപ്പൊ ഡോക്ടർ പൽപ്പു അല്ലേ? ഡോക്ടർ പൽപ്പു അല്ല. ഡോക്ടർ പൽപ്പു ഈഴവ മഹാസഭയാണ് സ്ഥാപിച്ചത്. ഈഴവ സമാജം സ്ഥാപിച്ചത് ടി കെ മാധവനും ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പുവുമാണ്. മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ചത് എന്താണ്? നായർ സമാജം. നായർ സമാജം സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. അപ്പൊ കേരള നായർ സമാജമാണെങ്കിൽ അത് സി കൃഷ്ണപിള്ളയാണ്. കേരള നായർ സമാജമാണെങ്കിൽ ആരാണ് സ്ഥാപിച്ചത്? സി കൃഷ്ണപിള്ളയാണ്. പുലയ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. കൊച്ചി പുലയ മഹാസഭയോ? പണ്ഡിറ്റ് കറുപ്പൻ. തെറ്റിപ്പോവരുത് കേട്ടോ. നായർ സമാജം മന്നത്ത് പത്മനാഭൻ, കേരള നായർ സമാജം സി കൃഷ്ണപിള്ള, പുലയ മഹാസഭ അയ്യങ്കാളി, കൊച്ചി പുലയ മഹാസഭ പണ്ഡിറ്റ് കറുപ്പൻ, ഈഴവ സമാജം ടി കെ മാധവൻ, ഈഴവ മഹാസഭ ഡോക്ടർ പൽപ്പു. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം. ആശാൻ രചിച്ച ആദ്യത്തെ ഖണ്ഡകാവ്യം. ആശാൻ രചിച്ച ആദ്യത്തെ ഖണ്ഡകാവ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വീണപ്പൂവ്, ഓപ്ഷൻ ബി നളിനി, ഓപ്ഷൻ സി ലീല, ഓപ്ഷൻ ഡി കരുണ. ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ്? നമുക്കറിയാം. ശ്രദ്ധിക്കുക, വീണപ്പൂവ്, നളിനി, ലീല, കരുണ എല്ലാം അദ്ദേഹം രചിച്ച കാവ്യങ്ങളാണ്. അതിൽ ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ വീണപൂവാണ്. വീണപൂവ് രചിക്കപ്പെട്ട വർഷം 1907 1907 വീണപ്പൂവ് രചിക്കപ്പെട്ടത്. ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം മിതവാദിയാണ്. വീണപ്പൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? മിതവാദി.
നമ്മൾ പറഞ്ഞു ആശാൻ രചിച്ച ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് വീണപൂവ് എന്ന് പറഞ്ഞല്ലേ. അദ്ദേഹം രചിച്ച അവസാനത്തെ ഖണ്ഡകാവ്യമാണ് കരുണ. കരുണ രചിച്ചിരിക്കുന്ന വൃത്തം വഞ്ചിപ്പാട്ട് വൃത്തമാണ്. അപ്പോൾ ആദ്യത്തെ ഖണ്ഡകാവ്യ വീണപൂവ് 1907 രചിച്ചത്. അത് ഏതിലാണ് പ്രസിദ്ധീകരിച്ചത്? മിതവാദിയിലാണ് പ്രസിദ്ധീകരിച്ചത്. അവസാനത്തെ ഖണ്ഡകാവ്യം ഏതാണ്? കരുണയാണ്. അത് രചിച്ചിരിക്കുന്ന വൃത്തം ഏതാണ്? വഞ്ചിപ്പാട്ട് വൃത്തമാണ്. ഓക്കെ, അപ്പം നമ്മൾ കേരള ഹിസ്റ്ററി എന്ന ടോപ്പിക്കിലെ കേരള നവോത്ഥാനത്തിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു, വളരെ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേൺ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.